ഇംഗ്ലണ്ടും അവരുടെ ആരാധകരും വിജയം ഉറപ്പിച്ചിരിക്കെ 85-ാം മിനിറ്റിലാണ് അർജന്റീനയുടെ സമനില ഗോൾ പിറന്നത്. എൻസോ ഫെർണാണ്ടസിന്റെ ബുള്ളറ്റ് ഷോട്ട് ഇംഗ്ലണ്ട് ഗോളി പിക്ഫോർഡിനെ മറികടന്ന് വലയിലേക്ക് എത്തുമ്പോൾ അതിന് പിന്നിലെ ബുദ്ധികേന്ദ്രം മെസ്സിയായിരുന്നു. ബോക്സിലേക്ക് ഉയർന്നു വരുന്ന ക്രോസ് പ്രതീക്ഷിച്ച ഇംഗ്ലണ്ട് താരങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. മാർക്ക് ചെയ്യപ്പെടാവുന്ന എൻസോ ഫെർണാണ്ടസിന്റെ കാലുകളിലേക്ക് കൃത്യമായി പന്തെത്തിക്കാൻ മെസ്സിക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും? അനുഭവ സമ്പത്തിലൂടെ മെസ്സി എന്ന മെസ്സിക ആർജിച്ചെടുത്ത ഈ മികവിനെ തടുക്കാൻ ഇംഗ്ലണ്ടിന്റെ യുവ പോരാളികൾക്ക് ഈ ചങ്കുറപ്പ് മതിയാകില്ലായിരുന്നു. അവസാന മിനിറ്റുകളിലേക്ക് മത്സരം കടന്നപ്പോൾ ഇംഗ്ലണ്ടിന്റെ പിഴവുകളിലേക്ക് കണ്ണു നട്ടിരുന്ന സൂത്രശാലിയായ മെസ്സിയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. വൺ ടച്ച് പാസുകൾ ഇംഗ്ലണ്ട് പ്രതിരോധം ഭേദിക്കാതെ വന്നതോടെ ഹൈബോൾ എന്ന പ്ലാൻ ബിയിലേക്ക് അർജന്റീന അതിവേഗം ചൂടുമാറ്റി. ഒടുവിൽ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ സൂപ്പർ സബ് ലൗട്ടാറോ മാർട്ടിനസിലൂടെ അർജന്റീന ലീഡെടുക്കുമ്പോൾ ക്യാമറ കണ്ണുകളെല്ലാം മെസ്സിയിലേക്കായിരുന്നു. കാരണം മെസ്സി എന്ന ഇതിഹാസത്തിന്റെ മികവിൽ അടയാളപ്പെടുത്തലായിരുന്നു ആ ഗോൾ. ബോക്സിനുള്ളിലേക്ക് മെസ്സി നൽകിയ ആ ക്രോസിനെ ലൗട്ടാറോ മാർട്ടിനസ് ഹെഡ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് ഗോളി പിക്ഫോർഡിനെ കാഴ്ചക്കാരനാകാനേ കഴിഞ്ഞുള്ളൂ. മാർട്ടിനസിന് പകരം ആര് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിലും അത് ഗോളാകുമായിരുന്നു. കാരണം അത്രത്തോളം കൃത്യത ആ മെസ്സിയുടെ കാലുകളിൽ നിന്ന് പിറന്ന ആ ക്രോസിനുണ്ടായിരുന്നു. ഞാനിവിടെയുള്ളപ്പോൾ അർജന്റീന തോൽക്കില്ലെന്ന് ആരാധകർക്ക് ഉറപ്പ് നൽകുന്ന മെസ്സിയാണ് ഇവിടെ കാണാനായത്. ഈ ലോകകപ്പിലെ 4-ാം അസിസ്റ്റും ലോകകപ്പിലെ 12-ാം അസിസ്റ്റുമായി മെസ്സി വീണ്ടും അർജന്റീന ജേഴ്സിയിൽ വിസ്മയിപ്പിച്ചപ്പോൾ വീണ്ടും ഒരു വിശ്വകിരീടം അർജന്റീനയുടെ കൈ അകലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി മുന്നിലുള്ളത് സ്പാനിഷ് കടമ്പയാണ്. ഇതും മറികടന്ന് വീണ്ടും ഒരു കിരീടത്തിലേക്ക് എത്താൻ അർജന്റീനയ്ക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. എന്തായാലും ഇംഗ്ലണ്ട് ആരാധകരെ സംബന്ധിച്ച് ഇത് വലിയ പ്രതീക്ഷകൾക്കൊടുവിലെ നിരാശയുടെ രാത്രിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ തോൽവി ഇംഗ്ലണ്ട് അർഹിച്ചിരുന്നുവെന്ന് തന്നെ പറയാം. കാരണം ആദ്യ പകുതിയിലെ ആക്രമണശൈലി മറന്ന് 2-ാം പകുതി പ്രതിരോധത്തിലേക്ക് ഒതുങ്ങിയതാണ് ഇംഗ്ലണ്ടിന് വിനയായത്. ഇതോടെ മെസ്സിയും സംഘവും ഇംഗ്ലണ്ടിന്റെ പെനാൽറ്റി ബോക്സിലേക്ക് തുടർച്ചയായി ഇരച്ചെത്തിക്കൊണ്ടിരുന്നു. ഗോൾ എന്നുറപ്പിച്ച പല നിമിഷങ്ങളും കാണുകയും ചെയ്തു. ഇംഗ്ലണ്ട് ബോക്സിലേക്ക് തുടരെ പന്തെത്തിച്ച് പ്രതിരോധ കോട്ട പൊളിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഫുട്ബോളിലെ ചിരവൈരികളുടെ പോരാട്ടത്തിൽ അർജന്റീനയോട് ഇംഗ്ലണ്ടിന് തല കുനിക്കേണ്ടി വന്നു എന്നത് അവരെ സംബന്ധിച്ച് വൈകാരികമായ മുറിവാണ്. എന്നാൽ ഫുട്ബോളിന്റെ മിശിഹായോടും സംഘത്തിനോടുമാണ് തോറ്റതെന്ന് സ്വയം ആശ്വസിച്ച് അവർക്ക് മടങ്ങാം.